ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാനിങ്ങനെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോ ഞാൻ ശ്രദ്ധിച്ചു. അതൊരു ഒരാളിട്ടിരുന്ന FB പോസ്റ്റാണ്. അതിൽ രണ്ട് പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്ന ഒരു ചിത്രവും അതിന് താഴെ വന്ന കമൻറ്റുകളുമായിരുന്നു. അത് ഞാനിവിടെ ഒരു കൊളാബായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ പറയുന്നത്, ഈ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത്തരം കഴിവുകൾ ധാരാളമുണ്ട്, പക്ഷെ അവരെല്ലാം മതത്തെ ഭയന്നുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ കുട്ടികളെ ഉള്ള വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു കമൻ്റ് ഉണ്ട്. അങ്ങനെ അതിൽ കുറച്ചധികം കമൻറ്റുകളുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് ആ കമൻറ്റ് ഇട്ടവരോട് ചോദിക്കാനുള്ളത്, എന്ത് വിലക്കാണ് ഈ രാജ്യത്ത് ആ പെൺകുട്ടികൾക്ക് ഡാൻസ് കളിക്കാനുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഇത് ഇറാനോ പാകിസ്ഥാനോ അതേപോലെ അഫ്ഗാനിസ്ഥാനോ ആണോ? അല്ലല്ലോ. ഇവിടെ എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് അവരുടെ ഫ്രീഡം എക്സ്പ്രസ് ചെയ്യാനുള്ള എല്ലാവിധ അധികാരങ്ങളും ഉണ്ട്, അവകാശങ്ങളും ഉണ്ട്. അത് 18 വയസ്സിന് താഴെയുള്ളവർക്കാണെങ്കിലും അതിന് മുകളിലുള്ളവർക്കാണെങ്കിലും. അങ്ങനെ ഇരിക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നത്? അത് അവരുടെ മൗലികപരമായിട്ടുള്ള അവകാശങ്ങളാണ്. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനും പ്രശ്നമില്ല. കാരണം ഇതെടുത്ത് പറയാൻ കാരണം സുംബ നമ്മുടെ സ്കൂളുകളിൽ നിർബന്ധമാക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അല്പവസ്ത്രം ധരിച്ചുകൊണ്ടാണ് സുംബ ചെയ്യുന്നത് എന്ന വിഡ്ഢിതം പുലമ്പിയ മതപണ്ഡിതന്മാരുള്ള നാടാണ് നമ്മുടെ നാട്. പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ ചിത്രത്തിൽ കാണുന്ന കുട്ടികൾ ധരിച്ചിരിക്കുന്നത് സഭ്യകരമായ വസ്ത്രമാണ്. അതിലൊരു എക്സ്പോസിങ്ങും ഇല്ല. നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സാധാരണ വീഡിയോ പങ്കുവെക്കുന്നവരൊക്കെ ചെയ്യുന്ന കണക്കുള്ള ഒരു തരത്തിലുള്ള എക്സ്പോസിങ്ങും ഇല്ല. പിന്നെ എന്തിനാണ് അവർ അവരുടെ ആ കഴിവിനെ മറച്ചു വെക്കേണ്ടത് എന്നാണ് എനിക്ക് അവരോട് ഒന്നാമത്തെ പിന്നെ ചിന്തിച്ച് ചോദിക്കാനുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കാണുവാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കണ്ണുകൾ മൂടിക്കെട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ആർക്കെങ്കിലും ദാനം ചെയ്ത് ഈ സൊസൈറ്റിയിൽ ജീവിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുവാനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്തായാലും ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ മതനിന്ദയ്ക്ക് കേസെടുക്കാം, അല്ലെങ്കിൽ എൻ്റെ കയ്യോ കാലോ വെട്ടാം. അതുകൊണ്ട് ഞാൻ അധികം അതിലേക്ക് കടത്തുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു വിഷയം മറ്റുള്ളവർ ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ അതിനെ വിമർശിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. അത്രമാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുന്നു.